സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യേ നമഃ. ഇമ്പം കാതിന്നരുളുമധിക സ്പഷ്ടമാം വ്യോമവാക്യം കേട്ടിട്ടുണ്ടായി ഭഗവതിയിലെല്ലാവർക്കും അഭക്തിഭാവം. വിപ്രന്മാരും മുനിനിവഹവും ഭക്തിയോടൊത്തു ചെയ്താർ വേദപ്രോക്തം നിഖിലഫലദം ദേവി തൻ പൂജ നിത്യം. മഹാദേവി നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായമാണ് പറഞ്ഞ് സമർപ്പണം ചെയ്തത്. ദേവിമാർ പരസ്പരം ശാപഗ്രസ്തരായിട്ട് ഭൂമിയിൽ നദിയായി വന്ന് പതിച്ചുവെന്നും പിന്നീട് കാലനിർണയത്തിൽ ബ്രഹ്മാവിൻ്റെ കാലനിർണയവും മറ്റും അവിടെ 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കേട്ടപ്പോഴ് നാരദര് തനിക്കുണ്ടായ സംശയത്തോടു കൂടിയാണ് നവമാധ്യായം തുടങ്ങുന്നത്. നാരായണ ഋഷിയോട് നാരദൻ ചോദിക്കുകയാണ്. നാരദ ഉവാച ദേവ്യാനിമേഷമാത്രേണ ബ്രഹ്മണ പാദയേവ ജാതസ്യ പാദപ്രകൃതിക പ്രളയ പരികീർത്തിത. ഭൂമിയുടെ ആവിർഭാവത്തിനെ കുറിച്ചാണ്, ശക്തിരൂപത്തിലുള്ള ആവിർഭാവത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതായത് ദേവിയുടെ നിമേഷമാത്രം കഴിയുന്ന സമയത്ത് ബ്രഹ്മാവും പതിക്കും, ബ്രഹ്മാവിനും മധ്യമുണ്ട്. ആ സമയത്ത് പ്രകൃതി പ്രളയമുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പ്രകൃതി പ്രളയത്തിൽ ഭൂമി അദൃഷ്ടമാകും, വിശ്വങ്ങളെല്ലാം അതിൽ ലയിക്കും. ഭൂമി അപ്രത്യക്ഷമായി എവിടെയാണ് സ്ഥിതി ചെയ്യുക? സൃഷ്ടി നടക്കുമ്പോൾ ഭൂമി പിന്നെ എങ്ങനെ വീണ്ടും ആവിർഭവിക്കണു? ഭൂമി എങ്ങനെയാണ് ധന്യയും മാന്യയും സർവ ഐശ്വര്യ സമ്പന്നയുമായി തീർന്നത്? ഭൂമിയുടെ ഈ മംഗളകരമായ ജന്മകഥ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് നാരദൻ നാരായണ ഋഷിയോട് ചോദിക്കുന്നതിന് നാരായണ ഋഷിത മറുപടി പറയാൻ തുടങ്ങി. ശ്രീനാരായണ ഉവാച സർവാദിസൃഷ്ടൗ സർവേഷാം ജന്മദേവ്യാ ഇതി ശ്രുതി ആവിർഭാവസ്ഥിരോഭാവ സർവേഷു പ്രളയേഷു ച. എല്ലാറ്റിൻ്റെയും ആദി, എല്ലാ സൃഷ്ടിച്ചതും ദേവി തന്നെയാണ് എന്നാണ് വേദങ്ങൾ പറയുന്നത്. പ്രളയത്തിൻ്റെ അന്ത്യസമയത്തെല്ലാം പ്രപഞ്ചം ആവിർഭവിക്കുന്നത് ആ ദേവിയിൽ നിന്നാണ്, തിരോഭവിക്കുന്നതും ആ ദേവിയിൽ തന്നെയാണ്. സർവമംഗള കാരണമാണ് ഭൂമിയുടെ പുണ്യകഥാശ്രവണം. അത് ഞാൻ അങ്ങ് ചോദിച്ചതനുസരിച്ച് പറഞ്ഞു തരാം, കേട്ടോളൂ. എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കും, പാപം നശിപ്പിക്കും, പുണ്യം വർദ്ധിപ്പിക്കും ഈ കഥ കേട്ടാൽ എന്ന് പറഞ്ഞു. മധു കേടഭന്മാരായിട്ടുള്ള അസുരന്മാരുടെ മേധസ്സിൽ നിന്നാണ് ധന്യയായ ഭൂമി ഉണ്ടായത് എന്ന് ചിലർ പറയുന്നു. അങ്ങനെയല്ല എന്നും പറയാം. എന്തായാലും പറയുന്നത് കേൾക്കൂ എന്ന് പറയാണ്. തേജസ്സും യുദ്ധസാമർഥ്യവും കണ്ട മധുകേടഭന്മാര് സന്തുഷ്ടരായിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, ഞങ്ങളെ വെള്ളമില്ലാതെ ഭൂമിയിൽ വെച്ച് അങ്ങയ്ക്ക് കൊല്ലാം എന്നാണ് പറഞ്ഞത്. അവരുടെ ജീവിതകാലത്ത് അവർ ഭൂമി കണ്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അവർ മരിച്ചതിൽ പിന്നെയാണ് മേധസ് ഉണ്ടാകുന്നതും. ആ മേധസ് ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയോട് ചേർന്ന് വർദ്ധിച്ചതുകൊണ്ട് ഇതിന് മേദിനി എന്ന് പേരുണ്ടായി എന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് നാരായണ ഋഷി പറയുന്നത്. ആ ഭൂമിയുടെ സർവമംഗളകരമായ ഉദ്ഭവത്തെപ്പറ്റി ഞാൻ അങ്ങയോട് പറയാം. പുഷ്കരത്തിൽ വെച്ച പണ്ട് വേദോക്തമായ വിധം ധർമ്മരാജൻ നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടതിനെയാണ് അങ്ങയോട് ഇതാ പറയാൻ പോകുന്നത്. ഭക്തിയോടുകൂടി കേട്ടോളൂ. ഏറെക്കാലം
ജലശായിയായിരുന്ന മഹാവിരാട് സ്വരൂപത്തിന് കാലക്രമത്തിൽ സർവാംഗ വ്യാപകമായ മനസ്സുണ്ടായി. ആ വിരാട് രൂപത്തിന്റെ സർവ്വരോമകൂപങ്ങളിലും കടന്നുകൂടി. ദീർഘകാലം കഴിഞ്ഞപ്പോൾ അതാണ് ഭൂമിയായിട്ട് പരിണമിച്ചത്. അദ്ദേഹത്തിന്റെ, അതായത് വിരാട് രൂപന്റെ ഓരോ രോമകൂപത്തിലും ഓരോ ബ്രഹ്മാണ്ഡം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ജലത്തോടുകൂടി ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സൃഷ്ടികാലത്ത് ആവിർഭവിച്ച് ജലോപരി സ്ഥിതി ചെയ്യുന്നു. പ്രളയകാലത്ത് തിരോഭവിച്ച് വെള്ളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. കാടും മലകളും ഒക്കെ ഉള്ളതാണ് ബ്രഹ്മാണ്ഡം തോറുമുള്ള ഈ ഭൂമി. സപ്തസാഗരങ്ങളും സപ്തദ്വീപുകളും ഹിമാലയം മുതലായിട്ടുള്ള പർവ്വതങ്ങളും മേരുവും സൂര്യ ചന്ദ്ര ഗ്രഹാദികള് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയ ത്രിമൂർത്തികള് ദേവഗണങ്ങള് അവരുടെയെല്ലാം ലോകങ്ങള് സ്വർഗാദി ലോകങ്ങള് പുണ്യതീർത്ഥങ്ങള് പുണ്യമായിട്ടുള്ള ഭാരതഭൂമി കാഞ്ചനഭൂമിയും 7 സർവ്വലോകങ്ങളും 7 സ്വർലോകങ്ങളും അതിന് താഴെ പാതാളം ഉൾപ്പെടെ സ്വർലോകങ്ങൾ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള 7 ലോകങ്ങളെയാണ് ഇവിടെ പറയുന്നത്. താഴെ പാതാളം ഉൾപ്പെടെയുള്ള 7 ലോകങ്ങളും. ഭൂമിക്ക് മുകളിൽ ഉപർലോകം സുവർലോകം ജനോലോകം തപോലോകം സത്യലോകം എന്ന് പറഞ്ഞിട്ട് ഭൂമിയോട് കൂട്ടി 7 ലോകങ്ങള്. ഭൂമിക്കടിയിൽ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്ന് പറയുന്നതായിട്ടുള്ള സപ്ത അധോലോകങ്ങള്. പാതാളം ഉൾപ്പെടെയുള്ള ലോകങ്ങള്. പിന്നെ ബ്രഹ്മലോകത്തിനും മീതിയായി ധ്രുവലോകം. ഇതെല്ലാം ചേർന്നാണ് ഒരു ബ്രഹ്മാണ്ഡം പൂർണ്ണമാകുന്നത്. അപ്പൊ ബ്രഹ്മാണ്ഡം എന്ന് നമ്മൾ പറയുമ്പോൾ വെറും ഈ ഭൂമി മാത്രമല്ല ബ്രഹ്മാണ്ഡത്തിൽ വരുന്നത്. ഈ 14 ലോകങ്ങളും എല്ലാം ഈ ബ്രഹ്മാണ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വം സകല വിശ്വങ്ങളും കൃത്രിമങ്ങളും നശ്വരങ്ങളുമാണ്. സൃഷ്ടിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് നശ്വരമാണ്. ഉണ്ടായതാണ്, അതുകൊണ്ട് നശിക്കുന്നതാണ്. ബ്രഹ്മാവ് നശിച്ച പ്രാകൃതപ്രളയം കഴിയുന്ന സമയത്ത് പരമാത്മാവായിട്ടുള്ള കൃഷ്ണൻ സൃഷ്ടിയുടെ പ്രാരംഭമായി മഹാവിരാട്ടിനെ സൃഷ്ടിക്കുന്നു. പിന്നെ ലോകേശ്വരന്മാരൊക്കെ കൂടി നിത്യങ്ങളായിട്ടുള്ള ദിഗ്ദേവതകളെല്ലാം കൂടി നിത്യങ്ങളായ സ്ഥിതിലയങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ ജഗത്തിന്റെ നിത്യ അടിസ്ഥാന ദേവതയാണ് ഭൂമിദേവി. വാരാഹകൽപ്പത്തില് ആ ഭൂമിദേവിയെ സുരന്മാരും മുനിമാരും മനുക്കളും ബ്രാഹ്മണരും ഗന്ധർവന്മാരും പൂജിച്ചിരുന്നു. വരാഹ രൂപിയായിട്ടുള്ള വിഷ്ണുവിന്റെ പത്നി കൂടിയാണ് ഈ ഭൂമി എന്ന് ശ്രുതികൾ പറയുന്നുണ്ട്. അവളുടെ പുത്രനാണ് മംഗളൻ എന്ന് ധരിച്ചുകൊള്ളുക. മംഗളന്റെ പുത്രനാണ് ഘടേശൻ എന്നതാ അവിടെ അതുവരെയുള്ള ഭാഗങ്ങളെ പറഞ്ഞപ്പോഴാണ് നാരദന് സംശയമുണ്ടായിട്ട് ചോദിക്കുന്നത്, വാരാഹകൽപ്പത്തിൽ ദേവന്മാര് ഭൂമിയെ പൂജിച്ചത് ഏത് രൂപത്തിലാണ്? ആ കൽപ്പത്തിൽ എല്ലാവർക്കും എല്ലാ രൂപത്തിലും ആശ്രയമായിട്ടുള്ളവളാണല്ലോ വാരാഹി. പഞ്ചീകരണം വഴിക്ക് മൂലപ്രകൃതിയിൽ നിന്നാണ് ആ വാരാഹിയുടെ ജനനം എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൂസ്വർ ലോകങ്ങളിലും അവള് പല പ്രകാരത്തിൽ പൂജിക്കപ്പെടുന്നു എന്നങ്ങ് പറഞ്ഞു. അങ്ങനെയുള്ള ആ വാരാഹിയുടെ മംഗളപ്രദമായ പൂജാക്രമവും മംഗളന്റെ ജന്മവും സ്ഥിതിയും എങ്ങനെയാണ് എന്ന് വിസ്തരിച്ച് എന്നോട് പറയണം എന്നുള്ള അഭ്യർത്ഥന അവിടെ നാരദൻ പറയാണ്. നാരദന്റെ വാക്കുകൾ കേട്ട നാരായണ ഋഷി അതിന് കൊടുക്കുന്ന മറുപടി നമുക്ക് നാളെ മുതൽ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. ഹരയേ നമഃ.